ഹലോ. കിഴങ്ങ് മാത്രം വെച്ചിട്ട് മസാലകളൊന്നും വഴറ്റാതെ, അതായത് മാവൊന്നും കുഴയ്ക്കാതെ നല്ല ഈസി ആയിട്ട് നല്ല ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ഐറ്റം നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പർ സ്നാക്കാണ് കേട്ടോ. അതൊക്കെ നമ്മൾ ചീസൊക്കെ വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ കുക്കറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങുണ്ടല്ലോ അതൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം കുക്കറിലിട്ടിട്ട് ഒരു വിസിലടിച്ച് കൊടുക്കുക. എന്നിട്ട് അത് വെന്തതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ ഒരു സ്മാഷ് ചെയ്തെടുക്കുകയാണ് നന്നായിട്ട്. ആ ചൂടോട് കൂടി തന്നെ ചെയ്തില്ലെങ്കിൽ ഇച്ചിരി കല്ലിച്ചിരിക്കും കേട്ടോ, പിന്നെ നമുക്കത് കുഴച്ചെടുക്കാൻ പാടായിരിക്കും. അപ്പം നല്ല രീതിയിൽ തന്നെ ദേ ഈ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ തന്നെ സ്മാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നല്ല കുഴകുഴാന്ന് കിട്ടും. ഒരു കട്ടകളില്ലാതെ നല്ല രീതിയിൽ തന്നെ ഉടച്ചിങ്ങനെ എടുക്കണം കേട്ടോ, നല്ല രീതി. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മൈദയാണ് ആഡ് ചെയ്യുന്നത്. മൈദയ്ക്ക് പകരം കോൺഫ്ലോർ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഒരു ഇച്ചിരി ശകലം എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി, പിന്നെ ഒറിഗാനോ ചെറിയതായിട്ട് ആഡ് ചെയ്യുന്നു, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ജീരകം കൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ. നാം വീട്ടിൽ ഇരുന്ന ബ്രെഡ് തന്നെ പൊടിച്ചെടുക്കാണ്. വെളിയിൽ നിന്ന് ബ്രെഡ് ക്രംസ് ഒട്ടും വാങ്ങരുത്. അത് എത്ര ദിവസത്തെ പഴക്കം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലുണ്ടെങ്കിൽ അത് തന്നെ പൊടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ടേബിൾ സ്പൂണ് നമ്മുടെ മൈദ മാവ് ഇട്ടിട്ട് വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. നമ്മളിത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും വേണ്ടിയത്. ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ മസാലക്കൂട്ടിലോട്ട് സ്പൂൺ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ആ കിഴങ്ങൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. സ്പൂണിൽ ശരിയാവില്ല, അപ്പോൾ നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഒരു കട്ടകളില്ലാതെ ഉടച്ച് നല്ല രീതിയിൽ തന്നെ ഉപ്പ് മസാലകളും എല്ലാം ഒന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി കൈകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് തന്നെ ഒരു ബോൾ പോലെ നമ്മൾ ഉരുട്ടിയെടുക്കുകയാണേ. നല്ല രീതിയിൽ തന്നെ ബോൾ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം നമ്മൾ നടുക്ക് ഒരു ചീസിൻ്റെ സ്ലൈസ്, അതായത് 2 ചീസിൻ്റെ സ്ലൈസ് എടുത്തത് കുഞ്ഞായിട്ട് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ചീസിൻ്റെ സ്ലൈസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് അതിൻ്റെ ഉള്ളിൽ വെക്കുകയാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. നമുക്ക് ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ചീസും ഇത് നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കി വറുക്കുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റും, പിന്നെ ചീസ് മെൽറ്റ് ചെയ്ത് വരുന്ന ഒരു ടേസ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ഇത്രയും ബോൾസ് നമ്മൾ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇതിനി നമ്മൾ മൈദയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് വറുത്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കല്ല കേട്ടോ. അതുപോലെ നിങ്ങളുടെ വലിയ ഒപ്പീനിയൻസൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ഒരു ഉരുളയായിട്ട് നമ്മൾ മൈദമാവിൽ മുക്കി അത് കഴിഞ്ഞിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ്. വേറെ അധികം ചേരുവകളൊന്നും ചേർത്തിട്ടില്ല, കിഴങ്ങ് മാത്രമേ ഉള്ളൂ മെയിനായിട്ട് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ചൂട് എണ്ണയിലോട്ട് ഈ മുക്കിയെടുത്തത് അതൊന്ന് കോരി വറുത്തെടുക്കുകയാണ്. വറുത്ത് നല്ല ഒരുപാട് മൊരിഞ്ഞു പോകാതെ നല്ല രീതിയിൽ കരിയാതെ നമ്മൾ ശ്രദ്ധിച്ച് കോരിയെടുക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്കാണ്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. ശരിക്കും നല്ല നമ്മൾ ഈ ഒരുപാട് എണ്ണയിൽ കിടന്ന് ഒരുപാട് മൊരിഞ്ഞു പോവാതെ, അപ്പോൾ നമ്മൾ ചീസൊക്കെ മെൽറ്റായിട്ട് വെളിയിൽ വരും കേട്ടോ. അതിന് മുന്നേ ഒരു മീഡിയം പരുവത്തിൽ മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും അതൊന്ന് കോരി പാത്രത്തിലോട്ട് ഇടണം. അല്ലെങ്കിൽ ചീസ് മൊത്തം നമ്മൾ മെൽറ്റായിട്ട് അത് ആ എണ്ണയിൽ തന്നെ പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴേ ഇത് ചെറുതായിട്ട് വെളിയിലോട്ട് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ഞാനെല്ലാം കോരിയെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിടുന്നുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല ബോയിൽഡ് പൊട്ടറ്റോ ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്, സോഫ്റ്റായിട്ടും, പിന്നെ അകത്ത് ചീസും കൂടെ ആകുമ്പോഴത്തേക്കും അതുകൊണ്ട് ചേർത്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടൊരു അടിപൊളി പൊട്ടാറ്റോ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഈ വെള്ള കളറിൽ നമ്മൾ ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞെടുക്കുമ്പോഴത്തേക്കും ശരിക്കും ഒരു വെള്ള ലഡുവിൻ്റെ ഒരു തേങ്ങ വെച്ചിട്ടുള്ള ലഡുവിൻ്റെ ഒക്കെ ഒരു ഷേപ്പില്ലേ, അതുപോലെ ഉണ്ടല്ലേ. നമുക്കിനി അടുത്തതായിട്ട് ഒരു ലഡുവിൻ്റെ റെസിപ്പിയൊക്കെ കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ സ്നാക്സ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.